വ്യാജമരുന്ന് ദുരന്തത്തിൽ മരിച്ച കുട്ടികളുടെ എണ്ണം 11ആയി. രണ്ടാഴ്ചക്കിടെ മധ്യപ്രദേശിൽ 9ഉം രാജസ്ഥാനിൽ 2ഉം കുട്ടികളാണ് മരിച്ചത്. നിരവധി കുട്ടികൾ ചികിത്സയിലുണ്ട്. 1400-ലധികം പേരാണ് നിരീക്ഷണത്തിലുള്ളത്. വ്യാജ കഫ് സിറപ്പാണ് ദുരന്തമുണ്ടാക്കിയതെന്നാണ് സൂചന. സജു തോമസ് ചേരുന്നു. സജു, വിവരങ്ങൾ. മധ്യപ്രദേശിലെ ചിന്ദ്വാര ജില്ലയിലാണ് ഇത്തരമൊരു അപകടം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വ്യാജ കഫ് സിറപ്പ് എന്ന ആരോപണമാണ് ഇപ്പോൾ പ്രധാനമായും വന്നിരിക്കുന്നത്. 9 കുട്ടികളാണ് കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ ജീവൻ നഷ്ടമായിരിക്കുന്നത്. രാജസ്ഥാനിലും സമീപ പ്രദേശമായ രാജസ്ഥാനിൽ 2 കുട്ടികൾക്കും ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതായത് ഈ ഒരു സമയത്ത് വലിയ രീതിയിൽ പനിയും ജലദോഷവുമായി ആശുപത്രിയിൽ പോയ കുട്ടികൾക്കാണ് ഈ മരുന്ന് കഴിക്കുകയും അവർക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായതിനെ തുടർന്ന് വീണ്ടും തീവ്ര പരിഷ്കരണ വിഭാഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയായിരുന്നു. തുടർന്ന് ഇവരുടെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ഇവർക്കെല്ലാം വൃക്ക തകരാറിലായതിനെ തുടർന്നാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. 9 കുട്ടികളിൽ 7 കുട്ടികളുടെയും മരണകാരണം വൃക്ക തകരാറിലായതിനെ തുടർന്നാണ്. എന്തായാലും ഇപ്പോൾ ആരോഗ്യവകുപ്പ് അടിയന്തരമായിട്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മധ്യപ്രദേശിനോട് ചേർന്നുള്ള രാജസ്ഥാനിലെ ചില ജില്ലകളിലുമാണ് ഈ മരുന്ന് വിതരണം ചെയ്താണ് ഇപ്പോൾ പ്രാഥമികമായി ഇപ്പോൾ വിവരം ലഭിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഈ മരുന്നുകളെല്ലാം ഇപ്പോൾ തിരിച്ചു പിടിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സർക്കാർ ആശുപത്രികളിൽ നിന്ന് ഇത്തരം മരുന്നുകൾ സാധാരണ ജനങ്ങളിലേക്ക് എത്തിയെന്നുള്ള ആരോപണമാണ് ഇപ്പോൾ ശക്തമായിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടപ്പോൾ ആഭ്യന്തര അന്വേഷണം ഇപ്പോൾ മധ്യപ്രദേശ് അതുപോലെ രാജസ്ഥാൻ സർക്കാരുകളുടെ ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേന്ദ്ര ആരോഗ്യ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്.